السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അൽ ഉർവത്തുൽ വുസ്ഖ എന്ന പ്രോഗ്രാമിലെ 10ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ശിർക്കുൻ. നിശ്ചയം ശിർക്കൻ മന്ത്രങ്ങളും ഏലസുകളും ക്ഷുദ്രവിദ്യകളും ശിർക്കാകുന്നു. നമുക്കറിയാം, ഈ ഹദീത്തിൻ്റെ ഷറഹിൽ ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ എന്താണ് മന്ത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മന്ത്രം ഇസ്ലാമികമായതും അനിസ്ലാമികമായതും ഉണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അല്ലാത്തവർക്ക് നന്മ വരുത്തുവാനും തിന്മ തടുക്കുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കാതിരിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കിൻ്റെ ഗണത്തിൽപ്പെടും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ യാതൊരു ഗുണമോ ദോഷമോ ഉണ്ടാവുകയില്ല എന്നും നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ശർഇന് വിപരീതമായ പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, മന്ത്രിച്ചോദിക്കട്ടൽ എന്നിങ്ങനെയുള്ള പാടില്ലാത്തതായ മന്ത്രങ്ങൾ, ഇതൊക്കെ ഗുരുതരമായ പാപമാണ്, ശിർക്കാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ അനുവദനീയമായിട്ടുള്ള മന്ത്രങ്ങളെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആകൾ കൊണ്ടോ ദിക്റുകൾ കൊണ്ടോ മന്ത്രിക്കുക എന്നുള്ളതാണ്. ഇതിലൊന്നും തന്നെ ശിർക്കിൻ്റെ ഒരംശവും വരാൻ പാടില്ല എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കുക. കാരണം അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തമായിം. അത്തമായിം എന്ന് പറഞ്ഞാൽ ഏലസുകളാണ്. നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വിശദീകരണത്തിൽ, കണ്ണേറ് കാക്കുവാൻ കുട്ടികളിൽ ബന്ധിക്കപ്പെടുന്ന ചില ഏലസുകളാണ് അത്തമായിം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അത്തിവലത്ത്. അതും നമുക്കതിൻ്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാൽ അവരെ യോജിപ്പിക്കുന്ന ചില കവചങ്ങൾ, അതിനാണ് അത്തിവലത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ ശിർക്കാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണോ ഇസ്ലാമായി, എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതിൽ നിലക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ശർറുകളിൽ നിന്ന് നമ്മെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.